ഞാൻ തിരുവനന്തപുരം ജില്ലാ ട്രഷറി ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തതാണ്. റിട്ടയർ ചെയ്തിട്ടിപ്പം 10 വർഷമായി. അപ്പം ഞങ്ങൾ ഈ സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത് 2015 ആഗസ്റ്റ് മാസം 17-ാം തീയതിയാണ്. അപ്പോൾ അന്ന് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരാശയം, ഇപ്പം നമ്മുടെ സംസ്ഥാനം സാമ്പത്തിക പുരോഗതി ഇല്ലാത്തൊരു സംസ്ഥാനമാണ്. അപ്പോൾ ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ ഈ പൊതുജനാരോഗ്യ മേഖലയിൽ വേണ്ടത്ര പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല. അപ്പം ഞങ്ങൾ തന്നാറ കണ്ണലും തന്നാലായതും എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ ഞങ്ങളൊരു 15 സുഹൃത്തുക്കൾ ഒന്നിച്ചുകൂടി നമുക്കൊരു ചാരിറ്റി സംഘടന ഉണ്ടാക്കി പൊതുജനങ്ങളുടെ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ തീരുമാനമെടുത്തു. അപ്പോൾ അന്ന് ഞങ്ങൾ ആദ്യം തുടങ്ങിയപ്പം കൂടുതൽ ഇമ്പോർട്ടൻസ് ഭിന്നശേഷി മേഖലയിലായിരുന്നു. പിന്നെ ഞങ്ങൾ മനസ്സിലാക്കി ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കാൻ ഒരുപാട് സംഘടനയുണ്ടെന്നും അത് ഒരു നല്ല സംഘടനകളൊക്കെ വളരെ നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞങ്ങൾ അതിൽ നിന്നൊരു ഷിഫ്റ്റ് ആക്കിയിട്ട് ഈ ജനറൽ പബ്ലിക്കിന് വേണ്ടി പൊതുജനാരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. കഴിഞ്ഞ 7 വർഷം കൊണ്ട് നമ്മൾ അരവിന്ദ് ഹോസ്പിറ്റലായിട്ട് ടൈഅപ്പിൽ ഇതുപോലെ നേത്ര പരിശോധനയും കാറ്ററാക്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വട്ടപ്പാറ ഡെൻ്റൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് പല്ലിന് ചെയ്യുന്നുണ്ട്. RCC ആയിട്ട് ബന്ധപ്പെട്ട് ക്യാൻസറിൻ്റെ പരിശോധന നടത്തുന്നുണ്ട്. പിന്നെ എല്ലിൻ്റെ തേയ്മാനം പരിശോധിക്കുന്നത്. ഇവിടെ 1500 രൂപയാണ് ഹോസ്പിറ്റൽ. ഞങ്ങൾ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. എല്ലാം 2 വർഷത്തിലൊരിക്കൽ ചെയ്യുന്നുണ്ട്. ഏകദേശം 100-120 പേര് ഒരു വർഷം ചെയ്യുന്നുണ്ട്. നമ്മൾ കമ്പനിയെ നേരിട്ട് ബന്ധപ്പെട്ടിട്ട് ആളുടെ നിന്ന് പൈസ ഒന്നും വാങ്ങാതെയാണ് നമ്മളത് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സംഘടനയ്ക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഞങ്ങൾ സംഘടന കൂടിയപ്പോൾ ഒരു തീരുമാനം എടുത്തു, പബ്ലിക്കിൻ്റെ നിന്ന് കളക്ഷൻ ഇല്ല. പിന്നെ നമ്മൾ ഇതുപോലെയുള്ള ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെടുന്ന അവർ ഒരു പൈസ ആരെയും വാങ്ങത്തില്ല. അവർ സേവനമായിട്ടാണ് ഈ ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്. അപ്പോൾ അത് ഞങ്ങളും സേവനമാണെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ക്യാമ്പിന് വിളിച്ചാലും ദേ ആർ റെഡി. അങ്ങനെയാണ് ഈ ക്യാമ്പ് ചെയ്യുന്നത്. ഇതിനൊരു ഓഫീസില്ല, ഓഫീസിന് വാടക കൊടുക്കാൻ ഞങ്ങൾക്ക് പൈസ ഇല്ല. ഫ്യൂച്ചർ പ്ലാൻ ഇതുപോലെ കുറച്ചുകൂടെ വ്യാപകമായിട്ട് നടത്തണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. സാമ്പത്തിക ഒരു പരിമിതിയാണ്, എങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ വർഷത്തിലൊരിക്കൽ ചെയ്യുന്നത് കുറച്ച് റൂറൽ ഏരിയയിലോട്ട് പോയാൽ കൊള്ളാമെന്നൊരാഗ്രഹം. ഇപ്പോൾ സിറ്റിക്കകത്താണ്. അപ്പോൾ സിറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ലൊരു ശതമാനം എംപ്ലോയീസാണ്. അവർക്ക് ഇൻഷുറൻസ് കാണും, പിന്നെ അവർക്ക് മെഡിസിപ്പ് കാണും, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ മറ്റേ ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ കാണും. അപ്പോൾ റൂറൽ ഏരിയയിൽ പോയാൽ അവർക്ക് ഈ പ്രൊട്ടക്ഷൻ ഒന്നുമല്ല. അപ്പോൾ അവരുടെ ഗവൺമെൻറ് സേവനം എത്തത്തുമില്ല. അപ്പം നമ്മൾ കുറച്ചുകൂടെ വോളണ്ടറി ആയിട്ട് റൂറൽ ഏരിയയിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത്. മിക്കവാറും അടുത്ത വർഷം മുതൽ നമ്മൾ റൂറൽ ഏരിയയിലായിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ. അതാണ് ആഗ്രഹിക്കുന്നത്. ക്യാൻസർ പേഷ്യൻസിന് നമ്മളിപ്പോൾ 5 പേർക്ക് അവർ മരുന്ന് വാങ്ങാൻ ഒരു മാസം 1500 രൂപ വെച്ച് കൊടുക്കണം. 5 പേർക്ക് കൊടുക്കുന്നു. പക്ഷെ വ്യാപകമായിട്ട് കൊടുക്കാനുള്ളൊരു സാമ്പത്തിക സ്ഥിതി ഈ സംഘടനയ്ക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അണ്ണാറ കണ്ണന് തന്നാലായതെന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ 5 പേർക്ക് at present കൊടുക്കുന്നു 1500 രൂപ വെച്ച്. പിന്നെ ഈ ക്യാമ്പിൽ പോകുന്നവർ ചിലരുടെ ഈ പർട്ടിക്കുലർ ഓപ്പറേഷൻ അല്ലാതെ മറ്റു ഓപ്പറേഷൻ വരും. അപ്പോൾ അതിനുള്ള പൈസ നമ്മൾ ഇവരുടെ അടുത്ത് പറഞ്ഞോ അല്ലെങ്കിൽ ഞങ്ങൾ കൊടുത്തോ അങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം കാറ്ററാക്ട് മാത്രമാണ് ഫ്രീ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ചില സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ അല്ലാത്തതിനും പോകുന്നുണ്ട്. അപ്പം നമ്മൾ അവരുമായിട്ട് സംസാരിച്ചിട്ട് കുറച്ച് പൈസ ഞങ്ങളും കൊടുക്കും, കുറച്ച് അവരും സഫർ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്.